ഹലോ. അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്കൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ? മുട്ട കൊണ്ടുള്ള ഈ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. മൈദ ഉള്ളവർ അതെടുത്താലും മതി. പിന്നെ കുറച്ചുകൂടെ നല്ലത് ഗോതമ്പ് പൊടി ആയതുകൊണ്ടാണ് നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുന്നത്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലുള്ളവർ അത് ചേർത്ത് കൊടുത്താൽ മതി, അതായിരിക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതെല്ലാം കൂടെ നന്നായി അടിച്ചെടുക്കുക. ഒരു പാനിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോള, കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചെറുതായി അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു അത്യാവശ്യം നന്നായി വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ച കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ബ്രൗൺ കളറായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, അല്പം കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിനെല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ബാറ്റർ ഒഴിക്കുന്നത്. പക്ഷേ അത് ഡയറക്റ്റ് ആയിട്ട് തീയിൽ വെക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോകുന്നത് കൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന പാത്രം അടുപ്പിലേക്ക് വെക്കുന്നത്. ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മസാല അവിടെ ഇവിടെയായിട്ട് നന്നായിട്ട് വിതറി ഇട്ട് കൊടുക്കാം. അത് മുഴുവനായിട്ട് എടുക്കേണ്ട, കുറച്ച് നമുക്കവിടെ മാറ്റി വെക്കാം. അവസാനം കുറച്ചും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളൊരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചെറുതായി അരിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് ഓരോ പീസുകളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതും കൂടെ വെക്കുമ്പോഴേക്കും നല്ല ഭംഗി തന്നെയാണ് കേട്ടോ അത് കാണാനും. നമ്മൾ ഈ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത് ഗ്യാസ് ഓൺ ചെയ്യുന്നതിന് മുന്നേ ആണ്. ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് മാത്രം ഗ്യാസ് ഓൺ ചെയ്താൽ മതി. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഇത് നന്നായി ഒരു അടപ്പ് വെച്ച് അടച്ചു വെക്കുക. ഒരു 2 മിനിറ്റ് നമുക്ക് തീ കൂട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് തീ ലോ ആക്കി വെച്ചതിന് ശേഷം മാത്രമാണ് ഇത് വേവിക്കേണ്ടത്. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അടപ്പ് തുറന്നു നോക്കാം. ഇപ്പം തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ല സ്മെല്ലും വരുന്നുണ്ട് മസാലയുടെയും ഇതിൻ്റെയൊക്കെ തന്നെ. ഇത് വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പപ്പടക്കോല് വെച്ചൊന്ന് കുത്തി നോക്കിയതാണേ. അപ്പോൾ കുത്തി നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ അതിലൊക്കെ പറ്റിയിട്ടുണ്ടാവും. വെന്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മസാല കൂടെ കുറച്ച് അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് മല്ലി ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേറൊരു പാൻ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് നേരെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ആ പാൻ ഒന്ന് ചൂടാക്കിയാൽ മറുവശവും ഒന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണേ. ഒരു 2 മിനിറ്റ് അത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ സെർവ് ചെയ്യുന്നത് ആ പാത്രം അതിൻ്റെ മുകളിൽ വെച്ച് വീണ്ടും ഈ പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊരു അടിപൊളി ടേസ്റ്റുള്ള, കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ്. ഉണ്ടാക്കി നോക്കാത്തവർ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതിൻ്റെ പീസ് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്തി ആയിട്ടാണുള്ളത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.